നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഏപ്രിൽ 16 ശുക്രൻ ഭരണി നക്ഷത്രം വിട്ട് കൃതികയിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഏപ്രിൽ 17 വൈശാഖ അമാവാസി ദിനത്തിലെ ശനി ഉത്തരഭദ്രപാദ നക്ഷത്രത്തിന്റെ 4ാം പാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഏപ്രിൽ 20 അവ്യക്തഗ്രഹമായ കേതു തൻ്റെ സ്വന്തം നക്ഷത്രമായ മാഘത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാന ഗ്രഹങ്ങളുണ്ടല്ലോ തുടർച്ചയായിട്ട് നക്ഷത്രമാറ്റം നടത്തുന്നുണ്ട്. ഇപ്പോൾ അപൂർവമായ യാദൃശ്ചികതയാണ് ജ്യോതിഷ വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രത്യേക ഗ്രഹസ്ഥിതികള് 4 രാശിക്കാർക്ക് ഏറെ ശുഭഫലങ്ങൾ നൽകുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. മേടം, കർക്കിടകം, ചിങ്ങം, ധനു ഇവയാണ് ആ ഭാഗ്യരാശികൾ. നമുക്കൊന്നുകൂടി വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടം രാശിയിലേക്ക് കടക്കാം. നമുക്ക് ഓരോ രാശിഫലവും വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം മേടം രാശി. മേടം രാശിയും മേടം രാശിയിൽ ഉൾപ്പെട്ട ഓരോ നക്ഷത്രങ്ങൾക്കും ഈ സമയമുണ്ടല്ലോ സൂര്യൻ ഉച്ചസ്ഥിതിയിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ശക്തി പരമാവധി വർദ്ധിച്ച നിലയിലായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് മേടം രാശിക്കാരുടെ ആത്മവിശ്വാസം ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും കൂടാതെ കഠിനാധ്വാനത്തിന് യഥാർത്ഥ ഫലം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ഈ സമയത്ത് നിങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. കാരണം വിജയസാധ്യത കൂടുതലാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന കാലയളവായിരിക്കും വരാനിരിക്കുന്നത്. നിങ്ങളെ നീണ്ടുനിന്ന് അലട്ടിയിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. അതോടെ വലിയൊരു ആശങ്കയിൽ നിന്ന് മോചനം ലഭിക്കുകയും ജോലിയിലെ തടസ്സങ്ങൾ മാറി കാര്യങ്ങളൊക്കെ സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. വരുമാനം വർദ്ധിക്കുകയും സമ്പത്ത് ശേഖരിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. പഴയ പരിചയക്കാരുമായിട്ട് വീണ്ടും കൂടിക്കാഴ്ചക്കുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമായിരിക്കും വരാനിരിക്കുന്നത്. വീട്ടിൽ സന്തോഷ വാർത്ത എത്താനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തത് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ മുന്നേറ്റത്തിനായിട്ട് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ജോലിയിലെ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ നിങ്ങൾക്ക് ലഭിക്കാം. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാനുള്ള ഒരു സമയം, വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം ഇവയൊക്കെ നിലനിൽക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ മികച്ച ലാഭസാധ്യതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഇത് ഒരു അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. കൂടാതെ വാഹനം അല്ലെങ്കിൽ സ്വത്ത് സ്വന്തമാക്കാനുള്ള ഒരു നിങ്ങളുടെ ആഗ്രഹം ഉണ്ടല്ലോ, അതിയായ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ളൊരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് മികച്ച മുന്നേറ്റം കാണാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പ്രൊഫഷണലുകൾക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമായിരിക്കും. ചില ചെലവുകൾ ഉണ്ടാവുമെങ്കിലും വരുമാന പ്രവാഹം ശക്തമായിട്ട് മാറും. ഈ കാലയളവിൽ വിലമതിക്കാവുന്ന വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനും ഭാവി സുരക്ഷയ്ക്കും സഹായമായിട്ടായിരിക്കും മാറുക. കൂടാതെ നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകളും നേതൃത്വ ഗുണങ്ങളൊക്കെ കൂടുതൽ വളർച്ച നേടുന്ന ഒരു സമയമായിട്ടായിരിക്കും മാറുക. മേൽപ്പറഞ്ഞ 4 രാശിക്കാരും ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കായിരിക്കും ഈ ഭാഗ്യഫലം കൂടുതലായിട്ട് അനുഭവിക്കാനുള്ളൊരു സാധ്യത തെളിഞ്ഞു കാണുന്നത്. ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.